നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തുമൊക്കെ ഉണ്ടാകുന്ന റോഡ് അപകടങ്ങളെക്കുറിച്ച് നാം വളരെ ഉത്കണ്ഠാകുലരാണ്. അധികാരികൾ ഉൾപ്പെടെ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവലംബിക്കുന്നുണ്ടെങ്കിലും വേണ്ടതുപോലെ അതിൻ്റെ ഫലം കാണാനായിട്ട് കഴിയുന്നില്ല. ഓരോ ദിവസവും ദിനപത്രം എടുത്തു നോക്കിയാലും മറ്റ് മീഡിയകളിലെ ന്യൂസ് നമ്മൾ ദർശിച്ചാലും വേദനാജനകമായ ഒരുപാട് രംഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് റോഡ് അപകടങ്ങൾ ഇത്രമാത്രം പെരുകിക്കൊണ്ടിരിക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അശ്രദ്ധമായ ഡ്രൈവിങ്, റോഡ് നിയമങ്ങളെക്കുറിച്ച് വേണ്ടതുപോലെയുള്ള അവബോധമില്ലായ്മ, അതല്ലെന്ന് വരികിൽ നിയമങ്ങളെ അവഗണിക്കുക, ഈ വക കാര്യങ്ങളാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന രഹസ്യം എന്ന് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും വാഹനങ്ങൾ നമ്മൾ അലക്ഷ്യമായി ഉപയോഗിക്കുന്നു. വാഹനത്തിൻ്റെ ആ നന്മ അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, ഗുണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് വളരെ വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത ദിവസം ഒരു റോഡ് അപകടത്തെക്കുറിച്ച് അറിയാനിടയായിത്തീർന്നത്, ഒരു ബൈക്കിൽ 3 ചെറുപ്പക്കാർ, 20 വയസ്സിന് താഴെ പ്രായമുള്ളവർ, കുഞ്ഞുങ്ങൾ, അവർ അമിതമായ വേഗത്തിൽ ഒരു ഹെവി വാഹനത്തെ മറികടക്കുമ്പോൾ എതിർദിശയിൽ നിന്ന് വന്ന ഒരു കാറ്, ആ കാറിൻ്റെ ഡ്രൈവർ ഇവരുടെ വരവ് കണ്ട് വണ്ടി നിർത്തിക്കൊടുത്ത സമയത്ത് മില്ലി സെക്കൻഡ് പോലും സമയമെടുക്കാതെ ഈ വണ്ടി വന്ന 4 വീലർ ഇടിച്ച് അവർ തെറിച്ച് വീണു. അവിടെ തന്നെ ഒരു യൗവനക്കാരൻ്റെ തല ചിന്നിച്ചിതറിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പക്ഷെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അങ്ങനെ സംഭവിക്കുന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതല്ല. അപ്രതീക്ഷിതമായി അപകടം വന്നു, മരണം സംഭവിച്ചു. ഇത് വളരെ വേദനാജനകമായ കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും നിരത്തുകളിൽ ഒരുപാട് അപകട മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരാകുകയും കഴിവതും അതിനകത്തു നിന്ന് നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്നില്ലായിരിക്കാം, അതല്ല നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം വാഹനത്തിൻ്റെ മറികടക്കലിനെ കുറിച്ചാണ്. ഈ പ്രത്യേകിച്ച് 2 വീലർ അപകടങ്ങൾ പലതും സംഭവിക്കുന്നത് മറ്റ് വാഹനങ്ങളെ മറികടക്കുന്ന സമയത്താണ്. ഈ വാഹനം മറികടക്കുന്നതിനെക്കുറിച്ച് ട്രാഫിക് നിയമങ്ങൾ, റോഡ് നിയമങ്ങളിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അനുശാസിക്കുന്നുണ്ട്. നമ്മളതൊന്ന് അറിഞ്ഞിരുന്നാൽ നമുക്കത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഞാൻ വാഹനം ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ പരിശീലനം തന്നത് ഞങ്ങളുടെ നെയ്ബറായ ഒരു സഹോദരനാണ്. അദ്ദേഹം മിലിറ്ററി സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം തന്നെ വീട്ടിലായിരിക്കുന്ന സമയത്ത് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മുൻപിൽ പോകുന്ന വാഹനത്തെ നമുക്ക് മറികടക്കണമെങ്കിൽ റോഡ് 250 അടിയെങ്കിലും ക്ലിയർ ആയിരിക്കണം. അതായത് നമ്മുടെ മുൻപിലുള്ള വാഹനത്തെ മറികടക്കുമ്പോൾ ഓപ്പോസിറ്റിലെ മറ്റ് മാർഗ്ഗതടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ സുരക്ഷിതമായി നമുക്ക് മറികടക്കാൻ കഴിയണം. അത് നമ്മൾ ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ മറികടക്കാവൂ. എന്താവശ്യമുണ്ടെന്നൊരിക്കലും അത് അപകടകരമായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യാതെ സുരക്ഷിതമായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ റോഡ് നിയമങ്ങളിൽ പറയുന്ന, ട്രാഫിക് നിയമങ്ങളിൽ പറയുന്ന മറികടക്കലിൻ്റെ നിയമങ്ങൾ ചിലത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഒന്ന്, മുൻപിലുള്ള റോഡ് വ്യക്തമായി കാണാൻ കഴിയാത്ത സമയത്ത് നമ്മൾ മുന്നിൽ പോകുന്ന വാഹനത്തെ മറികടക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, 250 അടിയെങ്കിലും റോഡ് നമുക്ക് വ്യക്തമായിരിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുക. രണ്ടാമത്, വളവിന് ഒരു കാരണവശാലും എത്ര എമർജൻസി ആണെങ്കിലും നിങ്ങൾ മറ്റ് വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യരുത്. വളവിൽ എതിർദിശയിൽ നിന്ന് വാഹനം വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ധാരണയിൽ മാത്രമേ വളവിൽ നിങ്ങൾ വാഹനങ്ങൾ ഓടിക്കാവൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, റോഡിൻ്റെ കഴിവതും ഇടതുവശം ചേർന്ന് തന്നെ വാഹനം ഓടിക്കണം. മറ്റ് വാഹനങ്ങൾക്കോ മറ്റ് ആളുകൾക്കോ അസൗകര്യം നേരിടുന്ന സ്ഥലത്ത് മുൻപിൽ പോകുന്ന വാഹനത്തെ ദയവായിട്ട് നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ മറികടക്കൽ നിരോധിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് സിറ്റി പോലുള്ള സ്ഥലങ്ങൾ, അല്ലെന്നൊരിക്കൽ ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ഓവർടേക്കിങ് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മറികടന്ന് ഓവർടേക്ക് ചെയ്ത് പോകരുത്. ഈ വക കാര്യങ്ങൾ
നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മുൻപിൽ മറ്റൊരു വാഹനം പോവുകയാണ്, അതിൻ്റെ മുന്നിലുള്ള വാഹനത്തെ നമ്മുടെ മുൻപിലുള്ള വാഹനം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ രണ്ട് വാഹനങ്ങളെയും മറികടന്ന് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മുൻപിൽ പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ അത് സിഗ്നൽ നൽകിയോ ഹാൻഡ് സിഗ്നൽ നൽകിയോ മറികടക്കാനുള്ള പെർമിഷൻ നമുക്ക് തരുമോ എന്ന് ശ്രദ്ധിക്കുക. ചിലപ്പം മുന്നിൽ പോകുന്ന വാഹനത്തിന് ഡ്രൈവർ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആ വാഹനത്തെ സിഗ്നൽ കിട്ടിയില്ലെങ്കിലും മറികടക്കാവൂ. അങ്ങനെ നമ്മൾ പരമാവധി ഈ വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജംഗ്ഷനുകളിൽ വരുമ്പോൾ മുൻപിൽ പോകുന്ന വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യരുത്. ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം, ബസ് ബേ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ ബസ്സുകളൊക്കെ നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ആവശ്യത്തിന് വീതിയില്ല, റോഡ് മുൻവശം കാണാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ നിർത്തിയിരിക്കുന്ന വാഹനത്തിൻ്റെ പുറകിലൊന്ന് സ്ലോ ചെയ്യുകയോ നമ്മുടെ വാഹനം ഒന്ന് നിർത്തുകയോ ചെയ്താൽ ചിലപ്പോൾ 1, 2, 3 സെക്കൻഡ് ഡിലേ ആയേക്കാം. പക്ഷേ ആ ഡിലേ നമുക്ക് അതൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരവസരമായിരിക്കാം. അതുകൊണ്ട് ഇത് നിങ്ങൾ പരമാവധി മനസ്സിലാക്കുകയും ജീവിതത്തിൽ റോഡ് അപകടങ്ങൾ ഒഴിവാക്കി വാഹനം ഓടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ പരമാവധി നിങ്ങൾ ഗ്രഹിച്ച് ആ രീതിയിൽ വാഹനം ഓടിക്കാൻ ഉത്സാഹിക്കുന്നത് നന്നായിരിക്കും. താങ്ക് യു.